ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ബേസിക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന് PSC സിലബസിൽ കൊടുത്തിട്ടുള്ള ഭാഗമാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് എക്സാമിനാണെങ്കിലും അതുപോലെ 10th ലെവൽ മെയിൻസ് എക്സാമിനാണെങ്കിലും ഒരുപോലെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വെയിറ്റേജ് കുറച്ച് വ്യത്യാസമുണ്ട്, 5 മാർക്കോ 3 മാർക്കോ ഒക്കെ ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള മെയിനായിട്ടും 10th ലെവൽ മെയിൻസിൻ്റെ സിലബസ് പ്രകാരം PSC മുൻവർഷങ്ങളിൽ ചോദിച്ച കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ തയ്യാറാക്കി നൽകുന്ന എല്ലാ ക്ലാസ്സുകളും തന്നെ ബീനാമിസിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീനാമിസിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതനുസരിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ക്ലാസ് കാണുക, ദെൻ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഓൾറെഡി മാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിനി ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കില്ല. എന്തായാലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. അത് മാച്ചിങ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഒരു സൈഡിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസും ആണ് തന്നിട്ടുള്ളത്. മാച്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, ഡാറ്റ വിനിമയ ഉപകരണങ്ങൾ. ഹബ്ബ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു വയേർഡ് ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. അതായത് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക എന്നതാണ് ഈ ഒരു ഹബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ഒന്നാമത്തെ ഓപ്ഷൻ ഹബ്ബ് എന്താണ്? നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 1D ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് എന്താണ്? റൂട്ടർ. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലുള്ള പ്രോട്ടോകോൾ ഉള്ളതുമായ 2 ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. 2 ശൃംഖലകളെ തമ്മിൽ, 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് റൂട്ടറാണ്. ഓക്കെ, 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 2 ഓപ്ഷൻ സി ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് ഡി ഓപ്ഷൻ മാത്രമാണ്. ഇതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി കൂടി നോക്കാം. റിപ്പീറ്റർ. റിപ്പീറ്റർ എന്താണ്? നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് റിപ്പീറ്റർ. വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന വൈദ്യുത കാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, റിപ്പീറ്റർ എന്താണ്? നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ്വേ. വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. വിവിധ തരത്തിലും പ്രോട്ടോകോളുകളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. റൂട്ടർ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റിപ്പീറ്റർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ സിപിയുവിൻ്റെ വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഏതാണ്? സിപിയുവിൻ്റെ വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഏതാണ്? ക്യാഷെ മെമ്മറി ആണ് കേട്ടോ. ക്യാഷെ മെമ്മറി അല്ലെങ്കിൽ ക്യാഷ് മെമ്മറി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. കമ്പ്യൂട്ടറിലെ പ്രധാനമായിട്ടുള്ള 3 പ്രാഥമിക മെമ്മറികളാണുള്ളത്. അതൊന്നാണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് റാം, പിന്നെ റോം ആണുള്ളത്. നമുക്ക് റോം തന്നിട്ടില്ല, റാം ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. എന്താ റാം പറയുന്നത്? കമ്പ്യൂട്ടറിൽ താൽക്കാലികമായി വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനാണ് റാം. എവിടെയാണ് കമ്പ്യൂട്ടറിൽ താൽക്കാലികമായി വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്? റാമിലാണ്. ഓക്കെ, ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് ഡാറ്റ സംഭരണത്തിനായിട്ട് ഇപ്രോം സംവിധാനം ഉപയോഗിക്കുന്ന ഇപ്രോം ചിപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലാഷ് ഡ്രൈവുകളാണ് ഈ ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയയ്ക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ,
പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ്. അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. വെബ് ജാക്കിംഗ് എന്നതാണ് കേട്ടോ. വെബ് ജാക്കിംഗ് ആണ്. സ്റ്റേറ്റ്മെന്റ് കൃത്യമായി നോക്കുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്? ഒരു ഡൊമെയിൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു വെബ്സൈറ്റിന്റെ നിയമവിരുദ്ധമായ നിയന്ത്രണം തേടുന്നതിനാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് മെൻഷൻ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് എന്താ റാൻസം വെയർ? റാൻസം വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള മാൽവെയറുകളാണ് ഈ റാൻസം വെയർ എന്ന് പറയുന്നത്. ഓക്കെ. വൈറസുകൾ. വൈറസ് എന്താണ്? വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സേജ് എന്നാണ് വൈറസിന്റെ പൂർണ്ണരൂപം. PSC ചോദിച്ചിട്ടുണ്ട്, നേരത്തെ നോട്ട് ചെയ്യുക. ഓക്കെ. എന്താ വൈറസ്? കമ്പ്യൂട്ടറിലെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് വൈറസുകൾ. ഓക്കെ ആണല്ലോ. വൈറസ് എന്താണ്? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ പാകത്തിനുള്ള കഴിവുള്ള പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് വൈറസുകൾ. അടുത്ത ഓപ്ഷനാണ് സലാമി ആക്രമണം എന്നത്. ഇത് കമ്പ്യൂട്ടർ വിദഗ്ധർ ബാങ്കുകളിൽ നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യമാണ് സലാമി ആക്രമണം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ വിദഗ്ധർ ബാങ്കുകളിൽ നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യമാണ് സലാമി അറ്റാക്ക് അല്ലെങ്കിൽ സലാമി ആക്രമണം. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നതാണ് കേട്ടോ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നതാണ് ആ ഒരു പേര്. ഓക്കെ. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. മറ്റു ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. എന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ നിർമ്മാതാവ് അല്ലെങ്കിൽ ആ ഒരു പ്രസാധകന്റെ പൂർണ്ണ അധികാര പരിധിയിൽ വരുന്ന സോഫ്റ്റ്വെയറുകളാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. പ്രൊപ്രൈറ്റർ ആ ഒരു പേരിൽ നിന്ന് അത് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്കൈപ്പ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ഇതൊക്കെ അതിന് ഉദാഹരണമായിട്ട് പറയാം. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. ഓക്കെ. പാക്കേജ് സോഫ്റ്റ്വെയർ. എന്താ പാക്കേജ് സോഫ്റ്റ്വെയർ? ഏതെങ്കിലും പ്രത്യേക ഉപയോഗത്തിന് വേണ്ട രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രോഗ്രാമുകളെയാണ് പാക്കേജ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതും പേര് വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. പാക്കേജ് സോഫ്റ്റ്വെയർ. അപ്പം അതിന് ഉദാഹരണം പറയണമെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒരു ഉദാഹരണമാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ്. ഓക്കെ. അതൊരു പ്രത്യേക ഉപയോഗത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമുകളാണല്ലോ. ഓക്കെ. അതൊരു പാക്കേജ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഇനി മിഡിൽ വെയർ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഡാറ്റാബേസിനും ആപ്ലിക്കേഷനും ഇടയിൽ ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മിഡിൽ വെയർ. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഡാറ്റാബേസിനും ആപ്ലിക്കേഷനും ഇടയിൽ ഒരു മിഡിൽ വെയർ ആയിട്ട് നിൽക്കുന്നതാണ് സോഫ്റ്റ്വെയറിനെയാണ് മിഡിൽ വെയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു ചോദ്യം കംപ്ലീറ്റ്. ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് ഏതാണ്? ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് ആരംഭിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ച സെർച്ച് എഞ്ചിനുകളിൽ ഒന്നാണ് ഗൂഗിൾ കേട്ടോ. ഗൂഗിളിന്റെ പ്രഥമ CEO ആരാണ്? ലാറി പേജ് ആണ് കേട്ടോ. ഗൂഗിളിന്റെ പ്രഥമ CEO ലാറി പേജ് ആണ്. ഓക്കെ. ബിങ് എന്താണ്? ബിങ് മൈക്രോസോഫ്റ്റിന് കീഴിലുള്ള സെർച്ച് എഞ്ചിൻ ആണ് കേട്ടോ. ബിങ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന് കീഴിലുള്ള സെർച്ച് എഞ്ചിൻ ആണ്. PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട് താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത് എന്ന രീതിയിലൊക്കെ. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? നേരത്തെ നമ്മൾ കണ്ട ഓപ്ഷൻസ് തന്നെയാണ്. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ഗേറ്റ്വേക്കാണ് കേട്ടോ. ഗേറ്റ്വേ ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയുടെ പേര് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഫിഷിംഗ് സാങ്കേതിക വിദ്യയുടെ പേരെന്താണ് എന്ന്. അപ്പൊ അത് ഫിഷിംഗ് ആണ് കേട്ടോ. ഫിഷിംഗ് ആണ്. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി അല്ലെങ്കിൽ ക്യാഷെ മെമ്മറി. ഓക്കെ.
ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സീഡാക്ക് വികസിപ്പിച്ചെടുത്ത GNU അല്ലെങ്കിൽ ലിനക്സ് സോഫ്റ്റ്വെയർ ഏതാണ് ബോസ് ആണ് കേട്ടോ. BOSS എന്നതാണ് ആ ഒരു സോഫ്റ്റ്വെയർ. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സീഡാക്ക് വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് ബോസ് സോഫ്റ്റ്വെയർ. അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും സ്വകാര്യത ഉറപ്പിക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും സ്വകാര്യത ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് G-SUITE എന്നത്. G-SUITE. ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു ഇന്റർനെറ്റ് റിസോഴ്സ് എന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? URL എന്നറിയപ്പെടുന്നു. ഈ ഇന്റർനെറ്റ് റിസോഴ്സ് URL എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്തത്, മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളാണ് വരുന്നത്? 12 അക്കങ്ങളാണ് കേട്ടോ. 12 അക്കങ്ങൾ വരുന്നുണ്ട്. തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? വേഗത കൂടിയ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി അല്ലെങ്കിൽ ക്യാഷെ മെമ്മറി. താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് വിൻഡോസ് ആണ് കേട്ടോ. വിൻഡോസ്. ഇന്ത്യൻ IT ആക്ട് 2000 നിയമങ്ങളിൽ 2000 വന്ന ഇന്ത്യൻ IT ആക്ടിലെ നിയമങ്ങളിൽ സൈബർ ടെററിസമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിച്ചിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? സൈബർ ടെററിസം മെൻഷൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 66F കേട്ടോ. സെക്ഷൻ 66F. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഇൻപുട്ട് ഉപകരണം എന്താണ്? കമ്പ്യൂട്ടറിന് ഡാറ്റയും നിർദ്ദേശങ്ങളും നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ് ഇൻപുട്ട് ഉപകരണം? സ്കാനർ ആണ് കേട്ടോ. സ്കാനർ, മൗസ്, കീബോർഡ്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്ക്, ഇതൊക്കെ ഇൻപുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളാണ് ഇവയൊക്കെ. അടുത്തത്, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ചുവടെ തന്നിട്ടുള്ളതിൽ ഏതോ ഒരു ഓപ്ഷൻ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ വേർഡ് പ്രോസസ്സർ എന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. വേർഡ് പ്രോസസ്സർ. 2 തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ കേട്ടോ. വിൻഡോസ്, ലിനക്സ്, യൂണിക്സ് മറ്റ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ള 3ഉം തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. വേർഡ് പ്രോസസ്സർ മാത്രമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ് വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നത്. അപ്പോൾ എത്ര തരത്തിലുള്ള ശൃംഖലകളാണ് നമുക്കുള്ളത്? ഈ കമ്പ്യൂട്ടർ ശൃംഖലകളെ പൊതുവെ എത്ര തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്? പൊതുവെ 4ആയിട്ടാണ് നമ്മൾ ബേസിക് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. പാൻ, ലാൻ, മാൻ, വാൻ. ഓക്കെ. പാൻ എന്നത് എന്താണ്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. പിന്നെയുള്ളത് മാൻ ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കും. വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്കുമാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടർ ശൃംഖല അവയുടെ ഒരു വ്യാപനത്തിൻ്റെ, ഈ വ്യാപിച്ചു കിടക്കുന്ന എന്ന് പറഞ്ഞിട്ടില്ലേ, വ്യാപനത്തിൻ്റെ പരിധി അനുസരിച്ചിട്ടാണ് 4ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. SCERT +1 മെൻഷൻ ചെയ്തിട്ടുള്ള ഡാറ്റയാണ് കേട്ടോ. ആ ഡാറ്റയിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അടുത്തത്, ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ എന്നത്. ബ്രൗസർ. ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ HTML ഫുൾ ഫോം നേരത്തെ ചോദിച്ചിട്ടുണ്ട്. വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. എന്താ ഫുൾ ഫോം വരുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് കേട്ടോ HTML എന്ന് പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഫുൾ ഫോം നേരത്തെ ചോദിച്ചിട്ടുണ്ട് PSC. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്ത് പഠിച്ചു വെക്കുക. അടുത്തത് സ്പ്രെഡ്ഷീറ്റ് നിങ്ങൾക്ക് അറിയില്ലേ? സ്പ്രെഡ്ഷീറ്റ് എന്നത് ഈ കോളങ്ങളായിട്ട് കണ്ടിട്ടുള്ള പ്രധാനമായിട്ടും കണക്കുകൂട്ടലുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്.
PSC നേരത്തെ HTML ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ മെൻഷൻ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് IT ആക്ട് നിലവിൽ വന്ന വർഷം. IT ആക്ട് എന്നാണ് നിലവിൽ വന്നത്? IT ആക്ട് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടിരുന്നു. IT ആക്ട് 2000 പ്രകാരം എന്ന്. IT ആക്ട് നിലവിൽ വരുന്നത് 2000-ലാണ്. ഇന്ത്യയിൽ IT ആക്ട് പാസ്സാക്കുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാസ്സാക്കുന്നത് 2000 ജൂൺ 9-നാണ്. 2000 ജൂൺ 9-നാണ്. അതുപോലെ ഇന്ത്യയിൽ IT ആക്ട് നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 17-നുമാണ് കേട്ടോ. ജൂൺ 9-ന് നമുക്ക് എഴുതാനുള്ള പരിമിതികൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേട്ട് എഴുതിയെടുക്കുക കേട്ടോ. 2000 ജൂൺ 9-നാണ് IT ആക്ട് നിയമം പാസ്സാക്കുന്നത്. 2000 ഒക്ടോബർ 17-നാണ് IT ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, സ്പെഷ്യലായിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്ന സമയത്ത് IT ആക്ട് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ്. സ്പെഷ്യൽ ടോപ്പിക്സിലൊക്കെ ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ, സിലബസ് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിൻ്റെ ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട സെഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ IT ആക്ട് നിലവിൽ വന്നത് 2000-ലാണ്. വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏതാണ്? വെബ് പേജുകളിലെ കീവേഡുകൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിൻ്റെ പേരാണ് സ്പൈഡർ എന്നത്. സ്പൈഡർ. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് IT ആക്ട് 2000-ലെ സെക്ഷൻ ഏതാണ്? സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000-ലെ സെക്ഷനാണ് സെക്ഷൻ 66E എന്നത്. സെക്ഷൻ 66E. താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ഏതാണ്? നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ. ഓപ്ഷൻസ് നോക്കാം. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ. നമുക്കറിയാം ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്നത് ഒരു ഇമ്പാക്റ്റ് പ്രിന്റർ ആണ്. അപ്പോൾ ഒന്ന് എന്തായാലും അല്ല. അപ്പോൾ ഓപ്ഷൻ എയും സിയും പോയിട്ടുണ്ട്. ബാക്കി നോക്കുകയാണെങ്കിൽ നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ക്ജെറ്റ് പ്രിന്ററും ലേസർ പ്രിന്ററും നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സജി ഗോപിനാഥ്. ഡോക്ടർ സജി ഗോപിനാഥ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിന്റെ പോർട്ടൽ ഏതാണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന കൈറ്റിന്റെ പോർട്ടലാണ് ചോദിച്ചിട്ടുള്ളത്. 1 മുതൽ 12 വയസ്സ് വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള പോർട്ടലാണ് സമഗ്ര എന്നത്. സമഗ്ര. അടുത്തത് ശരിയായ ക്രമം ഏത് എന്ന ചോദ്യമാണ് തന്നിട്ടുള്ളത്. ശരിയായ ക്രമം എന്നത് 1024 കിലോബൈറ്റ് എന്നത് ഒരു മെഗാബൈറ്റ് ആണ്. 1024 മെഗാബൈറ്റ് ഒരു ജിഗാബൈറ്റ് ആണ്. 1024 ജിഗാബൈറ്റ് ഒരു ടിഗാബൈറ്റുമാണ്. ഇതാണ് ശരിയായിട്ടുള്ള ക്രമം. 1024 കിലോബൈറ്റ് ഒരു മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് ഒരു ജിഗാബൈറ്റ് ആണ്, 1024 ജിഗാബൈറ്റ് ഒരു ടിഗാബൈറ്റുമാണ്. ഓക്കെ ആണല്ലോ. ഒരു നിബിൾ എന്നാൽ എത്രയാണ്? ഒരു നിബിൾ എന്നാൽ 4 ബിറ്റുകളാണ് കേട്ടോ. 4 ബിറ്റുകളാണ് ഒരു നിബിൾ. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടിന്റെ പേര് എന്താണ്? കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ട് സോഫ്റ്റ് കോപ്പിയാണ്. സോഫ്റ്റ് കോപ്പി. മൈക്രോസോഫ്റ്റ് ആക്സസ് എന്തിന് ഉദാഹരണമാണ്? മൈക്രോസോഫ്റ്റ് ആക്സസ് എന്നത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. മൈക്രോസോഫ്റ്റ് ആക്സസ് ഒരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. IT ആക്ടിന്റെ സെക്ഷൻ 66A താഴെ പറയുന്നവയിൽ ഏത് സൈബർ കുറ്റത്തിന് ശിക്ഷ നിർദ്ദേശിക്കുന്നു? IT ആക്ടിന്റെ സെക്ഷൻ 66A എന്നത് തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്. തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് IT ആക്ടിന്റെ സെക്ഷൻ 66A-യിലാണ് പരാമർശിക്കുന്നത്. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറി ഏതാണ്? അസ്ഥിരമായ മെമ്മറി റാം ആണ്. റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന അസ്ഥിരമായ മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്?
ഭൗതിക സ്വത്ത് മോഷണത്തിലാണ് ഇത് ഉൾപ്പെടുന്നത് കേട്ടോ. ഭൗതിക സ്വത്ത് മോഷണം. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നത് ഭൗതിക സ്വത്ത് മോഷണത്തിന് കീഴിലാണ് വരുന്നത്. ഇന്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംപ്രേക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്, അല്ലെങ്കിൽ SMTP ആണ് കേട്ടോ. ഇന്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംപ്രേക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ SMTP. അടുത്ത ചോദ്യം, ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ. ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു ഉയർന്ന ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരികളായി പരിവർത്തനം ചെയ്യുന്ന ഒരു തരം ഭാഷാ പ്രോസസ്സറാണ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ടർ ആണ് കമ്പൈലർ. കമ്പൈലർ എന്നത് ഒരു പ്രോഗ്രാമിനെ ലൈൻ ബൈ ലൈൻ ആയിട്ടല്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്, എൻ്റയർ പ്രോഗ്രാമിനെ ഒന്നിച്ചാണത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പൈലർ അല്ല. ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ടർ എന്നത് ഇന്റർപ്രറ്റർ ആണ്. അപ്പോൾ മൂന്നാമത്തേത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ചിലപ്പോൾ തെറ്റായത് ഏതെന്നും ചോദിക്കാം. ഓപ്ഷൻസ് കറക്റ്റായി ചോദ്യം വായിച്ച ശേഷം മാത്രം മാർക്ക് ചെയ്യുക കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന പ്രോഗ്രാമാണ് ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ എന്നത്. ഒരു ഉയർന്ന ഭാഷാ പ്രോഗ്രാമിനെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇന്റർപ്രറ്റർ ആണെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഒന്നാമത്തേത് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്. വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങളാണ്. വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണ് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് എന്നത്. ശരിയായിട്ടുള്ള ജോഡിയാണ്. ഇന്റർനെറ്റ് സമയമോഷണം വ്യക്തികൾക്കെതിരായുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണ്. വ്യക്തികൾക്കെതിരായുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഇതും ശരിയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സൈബർ ഭീകരത, സൈബർ ടെററിസം എന്നത് സർക്കാരിനെതിരെ സൈബർ കുറ്റകൃത്യങ്ങൾ, സർക്കാരിനെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ് സൈബർ ഭീകരത എന്നതും. മൂന്നാമത്തേതും ശരിയാണ്. സ്വകാര്യതയുടെ ലംഘനം വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. ഇത് തെറ്റായിട്ടുള്ള ജോഡിയാണ്. സ്വകാര്യതയുടെ ലംഘനം എന്നത് അനുവാദമില്ലാതെ ഒരാളുടെ ഒരു ഫോട്ടോ എടുക്കുന്നതോ അല്ലെങ്കിൽ വ്യക്തമായ കാരണം കൂടാതെ മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിൽ കടന്നുകൂടുന്നതോ അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്നതോ ആയിട്ടുള്ളതാണ് സ്വകാര്യതയുടെ ലംഘനം എന്ന് പറയുന്നത്. അത് വ്യക്തികൾക്കെതിരായിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ്, വസ്തുവകകളുടേതല്ല. അപ്പോൾ അത് തെറ്റാണ്. നാലാമത്തേത് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2, 3 മാത്രം ശരി. താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? ഏതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? ലിബ്ര ഓഫീസ് റൈറ്റർ ആണ് കേട്ടോ. ലിബ്ര ഓഫീസ് റൈറ്റർ എന്നതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് ഏതാണ്? ടോപ്പോളജിയാണ്. ടോപ്പോളജി ഇന്റർനെറ്റിന്റെ സേവനങ്ങളിൽ പെടുന്നില്ല. ഓക്കെ. താഴെ പറയുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണമാണ് റാം എന്നത്. റാൻഡം ആക്സസ് മെമ്മറി വോളറ്റൈൽ മെമ്മറിക്ക് ഒരു ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കി, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതേ ചോദ്യം നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? നിബിൾ എന്നത് ഒരു നിബിൾ എത്രയാണ്? 4 ബിറ്റാണ് കേട്ടോ. 4 ബിറ്റാണ് ഒരു നിബിൾ. ഒരു കെട്ടിടത്തിൻ്റെയോ ഓഫീസിൻ്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? ഒരു കെട്ടിടത്തിൻ്റെയോ ഓഫീസിൻ്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെമ്മറി എന്നത്
റീഡ് ഓൺലി മെമ്മറിയാണ്. റോം എന്നതാണ് റീഡ് ഓൺലി മെമ്മറി. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? റീഡ് ഓൺലി മെമ്മറിയാണ്. മെമ്മറിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഒരുപാട് നമ്മൾ കണ്ടു അല്ലേ. മെമ്മറി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത്, ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരി വരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? ലൈൻ ബൈ ലൈൻ കമ്പൈലർ ഏതാണ്? ഇന്റർപ്രിറ്റർ ആണ് കേട്ടോ. ഇന്റർപ്രറ്റർ. ഹൈ ലെവൽ ഭാഷ, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ലൈൻ ബൈ ലൈൻ മാറ്റുന്നതാണ് ഇന്റർപ്രറ്റർ. എൻറ്റയർ പ്രോഗ്രാമിനെ മാറ്റുന്നതാണ് കമ്പൈലർ. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യുന്ന ഭാഷാ പ്രോസസ്സറാണ് അസംബ്ലർ. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യുന്നത് അസംബ്ലറാണ്. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930 എന്നത്. 1930. ഓക്കെ. ICANN എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഫുൾ ഫോം ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ICANNന്റെ ഫുൾ ഫോം എന്നത് ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്നതാണ്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് ആണ് ICANN അല്ലെങ്കിൽ ICANN എന്നത്. എല്ലാ ഇന്റർനെറ്റ് വിലാസവും അതിൻ്റെ ശരിയായ IP അഡ്രസ്സിലേക്ക് തന്നെ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സമിതിയാണ് ICANN അല്ലെങ്കിൽ ICANN എന്നത്. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? ഒമേഗൽ എന്ന ചാറ്റ് പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകൻ ലീഫ് കെ ബ്രൂക്സ് ആണ്. ലീഫ് കെ ബ്രൂക്സ്. ഓപ്ഷൻ എയിൽ തന്നിട്ടുള്ള സാം ആൾട്ട്മാൻ അല്ലേ, സാം ആൾട്ട്മാൻ ചാറ്റ് GBTയുടെ സ്ഥാപകനാണ് കേട്ടോ. ചാറ്റ് GBTയുടെ സ്ഥാപകൻ സാം ആൾട്ട്മാൻ ആണ്. ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന HTML ടാഗ് ഏതാണ്? HTML ധാരാളം ടാഗുകളുണ്ട്. അതിൽ ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് ആങ്കർ ടാഗ് അല്ലെങ്കിൽ ഈ ഒരു A ടാഗ്. കണ്ടോ, ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ആങ്കർ ടാഗ്. അത് ഒരു ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന B ടാഗ് കണ്ടോ, ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? അത് ഒരു ഡാറ്റ ബോൾഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് ബോൾഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് B ടാഗ് ഉപയോഗിക്കുന്നത്. ലിങ്ക് ടാഗ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡോക്യുമെന്റുകളും അതിൻ്റെ ഉറവിടങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്നതാണ് ലിങ്ക് ടാഗ്. ലിങ്ക് ടാഗ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. മെറ്റാ ടാഗാണ് D ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. മെറ്റാ ടാഗ് ഉപയോഗിക്കുന്നത് HTML ഡോക്യുമെന്റിനെ കുറിച്ചുള്ള മെറ്റാ ഡാറ്റയെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെറ്റാ ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ശാശ്വതമായി ഡാറ്റ സംഭരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ശാശ്വതമായി ഡാറ്റ സംഭരിക്കുന്നതിന് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ റാം എന്താണ്? റാം എന്നതൊരു ശാശ്വതമായ ഡാറ്റ സേവർ ആണോ? അല്ല. കമ്പ്യൂട്ടറിൽ താൽക്കാലികമായി വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതാണ് റാം അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി എന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്തായാലും വരില്ല. ഒന്നുള്ള ഓപ്ഷൻ ഒരെണ്ണം തന്നെ ഉള്ളൂ. അപ്പോൾ A ഓപ്ഷൻ കട്ടായി. അടുത്തത് ഹാർഡ് ഡിസ്ക് ഒരു ശാശ്വതമായ ഡാറ്റ സംഭരണം തന്നെയാണ്, കറക്റ്റാണ്. ക്യാഷ് മെമ്മറി എന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ആവശ്യമായിട്ട് വരുന്ന ഡാറ്റയും അതിനുവേണ്ട നിർദ്ദേശങ്ങളും വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇതൊരു ശാശ്വതമായ ഡാറ്റ സ്റ്റോറേജ് അല്ല. അപ്പോൾ അത് തെറ്റാണ്. DVD നമുക്കറിയാം, DVDയിൽ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ശാശ്വതമായ ഡാറ്റ സ്റ്റോറേജ് വരുന്നത് ഓപ്ഷൻ 2 and 4 ആണ്. 2 and 4 ഓപ്ഷൻ സിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ, അതായത് മെലീഷ്യസ് സോഫ്റ്റ്വെയർ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ D കീലോഗർ ആണ് കേട്ടോ. കീലോഗർ ആണ് ഒരു ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയറിന് ഉദാഹരണം. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. പേര് തന്നിട്ടുണ്ട്, അവയുടെ ഉപയോഗം അല്ലെങ്കിൽ അവ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് തന്നിട്ടുണ്ട്. നോക്കാം. ഒറാക്കിൾ, ഫേസ്ബുക്ക്, ജിംബ്, ഗൂഗിൾ. ഫേസ്ബുക്ക് എന്താണ്? ഫേസ്ബുക്ക് ഒരു സോഷ്യൽ മീഡിയ ആണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. ഓക്കെ. അപ്പം ഓപ്ഷൻസ് നോക്കിക്കേ. സോഷ്യൽ മീഡിയ എന്ന് ഫേസ്ബുക്കിനെ മാച്ച് ചെയ്തിട്ടുള്ള 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ A അല്ലെങ്കിൽ C ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത്. Bയും Dയും ക്യാൻസൽ ആയിട്ട് പോയി.
ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാലോ. ഓക്കെ, നോക്കിക്കേ, ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ എ അല്ലെങ്കിൽ സി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് ജിംബാണ്. ജിംബ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? സ്കൂൾ ടൈമിൽ നമ്മളൊരു ഇമേജ് എഡിറ്റർ ആയിട്ട് ജിംബിനെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ജിംബ്? GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ആണ്. GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ആണ് ജിംബ് എന്ന് പറയുന്നത്. ജിംബ് ഒരു ഇമേജ് എഡിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 3A ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി ബാക്കി കൂടി നോക്കാം. ഗൂഗിൾ എന്താണ്? ഗൂഗിൾ എന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. ഇനി ബാക്കിയുള്ളത് ഒറാക്കിൾ മാത്രമാണ്. ഒറാക്കിൾ എന്നത് RDBMS ആണ്. ഒറാക്കിൾ ഒരു RDBMS ആണ്. എന്താണ് RDBMS? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഒറാക്കിൾ. ഓക്കെ, അപ്പോൾ ഒറാക്കിൾ എന്താണ്? RDBMS ആണ്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഫേസ്ബുക്ക് എന്നതൊരു സോഷ്യൽ മീഡിയ ആണ്. ജിംബ് ഇമേജ് എഡിറ്ററും ഗൂഗിൾ സെർച്ച് എഞ്ചിനും ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം എന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക കമന്റ് സെക്ഷനിലൂടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.